നമ്മുടെ റിയൽ റണ്ണേഴ്സും ഒരു വർഷം പൂർത്തിയായി. ഇന്ന് നമ്മളോട് സംവദിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത് കുറച്ച് ആരോഗ്യ വിചാരം നമ്മോട് സംവദിക്കാൻ വേണ്ടി എത്തുന്നത് ഡോക്ടർ ജെസ്സി മാംബ്ര ആണ്. ഇപ്പൊ അദ്ദേഹം ഖത്തറില് ഒരു അമേരിക്കൻ ഹോസ്പിറ്റലില് ദോഹയില് അമേരിക്കൻ ഹോസ്പിറ്റലില് CEO ആയിട്ട് ജോലി ചെയ്യാണ്. അപ്പൊ പ്രിയപ്പെട്ട ഡോക്ടറെ സന്തോഷത്തോടു കൂടി നമ്മള് സ്വാഗതം ചെയ്യാം. കൂടുതലായിരിക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി. എന്നാലും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്ര വയസ്സായത്. അതിന്റെ പേര് ക്രോണോളജിക്കൽ ഏജ് എന്നാണ്. അതായത് നമ്മളെ തിരുത്താൻ പറ്റാത്തൊരു വയസ്സാണ്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 വയസ്സിലാണ്, 2 മറ്റു വയസ്സുകളിലാണ്. ഒന്ന് ബയോളജിക്കൽ വയസ്സുകൾ, ആരോഗ്യപരമായിട്ട് ബയോളജിക്കൽ വയസ്സ്, ജീവശാസ്ത്രപരമായിട്ടുള്ള വയസ്സ്. എന്റെ കരളിന്റെ വയസ്സെത്രയാണ്, എന്റെ ഹൃദയത്തിന്റെ വയസ്സെത്രയാണ്, എന്റെ ശ്വാസകോശത്തിന്റെ വയസ്സെത്രയാണ്, അത് നമ്മൾ ചിന്തിക്കാറില്ല. ഇതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ആവശ്യം. മരണം എന്ന് പറയുന്നത് നമുക്ക് എഴുതി വെക്കപ്പെട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകും, എപ്പോഴും സംഭവിക്കും. ഇന്നലെ ചെറിയ കുട്ടിയുടെ ആക്സിഡന്റ് ആയിട്ട് ഒരാൾക്കും അറിയാം, അവര് ജീവിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഒരുപാട് വർഷത്തിൽ ഒരുപാട് പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത ആളായിരിക്കും. മരണം എന്ന് പറയുന്നത് അങ്ങനെ വന്നു പോകും. പക്ഷെ ആരോഗ്യം എന്നുള്ളത് നമ്മുടെ അടുത്ത് കൂടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മള് നരകിച്ചു മരിക്കണോ അതോ ആരോഗ്യത്തോടെ നല്ല രൂപത്തിൽ മരിക്കണോ എന്നുള്ളത് നമ്മുടെ അടുത്തിരിക്കുന്ന കാര്യമാണ്. ഈ ബയോളജിക്കൽ ഏജ് എത്രയെന്ന് ഇതിന്റെ ബയോളജിക്കൽ ഏജ് 20 വയസ്സാണെന്ന് കരുതിയിട്ട് ലിവർ കംപ്ലൈന്റ് ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് 25 വയസ്സിൽ കിഡ്നി കംപ്ലൈന്റ്സ് ഒരുപാട് പെൺകുട്ടികളുണ്ട്. വെള്ളം കുടിക്കാത്ത കാരണം സ്കൂളില് മൂത്രപ്പുര വൃത്തിയില്ലാത്തത് കൊണ്ട് മൂത്രമൊഴിക്കാതിരിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാതിരിക്കുന്ന കുട്ടികൾ. നിങ്ങളുടെ കുട്ടികളോട് ചോദിച്ചാൽ രാവിലെ 8 മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടി 5 മണിക്ക് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് മൂത്രമൊഴിക്കുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂർ മൂത്രമൊഴിക്കണം. ഇങ്ങനെ കിട്ടിയാണ് ആരോഗ്യം. ഇങ്ങനെ ഉള്ള ആരോഗ്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ വയസ്സ് എത്രയായെന്ന് ചോദിച്ചാൽ അതാണ് പറയുന്നത്. അത് പറഞ്ഞെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി മറ്റൊരു വയസ്സ് സൈക്കോളജിക്കൽ ഏജ് എന്ന് പറയും. മനഃശാസ്ത്രപരമായി ശരിക്കും എത്ര വയസ്സായി നമ്മളെ കൂടെ ഇതൊക്കെ എത്ര വയസ്സായി സൈക്കോളജിക്കലി ഇപ്പോഴും 20, 22, 25 വയസ്സാണ് അല്ലെ. അല്ലെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലബിനെ രൂപീകരിച്ചത്. ഇവിടെ വന്നപ്പോ നമുക്കൊക്കെ ചെറുപ്പമായി. ക്ലബ് എന്ന് പറയുന്നത് സാധാരണ രൂപീകരിക്കലാണ് യുവാക്കളാണ്. ആ യുവാക്കളുടെ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് അത് രൂപീകരിക്കാൻ പറ്റുള്ളൂ. അതിന് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്, സൈക്കോളജിക്കൽ ഏജ് ആണ് വേണ്ടത്. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ 25 ആണെന്ന് നമ്മൾ മനസ്സിൽ ബോധ്യപ്പെടുത്തുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യും. അതിനനുസരിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നോ യുവർ ബോഡി എന്ന് പറയുന്ന ഒരു സംഗതി, നോ യുവർ ബോഡി എല്ലാം നമ്മൾ അറിയാം. നമ്മുടെ ശരീരം എന്താണെന്ന് നമ്മൾ അറിയാം. അതേ ബ്ലഡ് ചെക്ക് ചെയ്യാതെ നമുക്കറിയാം. ഓടുമ്പോ നമുക്കറിയാം നമ്മുടെ കിടപ്പനുസരിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോണത്. സ്ഥിരമായി ഓടിക്കൊണ്ടിരുന്നാൽ അത് കുറയുന്നുണ്ട്. ഇപ്പൊ ലിവർ ഫാറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ ട്രൈഗ്ലിസറോയ്ഡ് എന്ന് പറയുന്ന ഒരു സംഗതി, ഇതൊക്കെ നമുക്ക് അറിയാം. ഷുഗർ, പ്രഷർ ഇതൊക്കെ അറിയാം. ഇതെല്ലാം ഓടുന്ന ഒരാൾക്ക് കുറേ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെന്നെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് SpO2, SpBT ഉണ്ടായിരുന്നു, ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചു അല്ലെ, നിങ്ങളുടെ അനുഭവമല്ലേ, വേറെ ഡോക്ടറും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളുടെ ശരീരത്തിൽ എന്താണ്, നമ്മൾ അലർജി നോക്കണ മതിയാണ്. എനിക്കെന്താണ് അലർജി ആരാ കണ്ടുപിടിക്കല്, എനിക്കെന്താണ് അലർജി ആരാ കണ്ടുപിടിക്കുക, ഞാനാ കണ്ടുപിടിക്കല്. ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും, ഓരോന്നോരോന്ന് എടുത്ത് നോക്കുമ്പോ എനിക്കറിയാം പെർഫ്യൂമാണ് എനിക്ക് അലർജി. ചിലർക്ക് വീട്ടിലെ പൊടിയായിരിക്കും അലർജി, ചിലർക്ക് ബീഫ് കഴിക്കുന്നതായിരിക്കും അലർജി. അത് അവരെ കണ്ടുപിടിക്കല് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആരോഗ്യം നമ്മൾ കണ്ടുപിടിക്കുക, നമ്മളുടെ രോഗവും നമ്മൾ കണ്ടുപിടിക്കുക, അതിനെതിരെ പ്രതിരോധിക്കുക, അതിനെതിരെ പ്രതികരിക്കുക. അപ്പൊ നമ്മൾ അറിയേണ്ടത് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നറിയണം. അപ്പൊ നമ്മൾ അറിയണം എത്ര മണിക്കൂർ ഉറങ്ങണമെന്ന്, എത്ര ഭക്ഷണം കഴിക്കണം എന്നറിയണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വയറിന്റെ 1/3 നമുക്ക് സുന്നത്ത് പ്രവാചകൻ പഠിപ്പിച്ചു, ആരോഗ്യം പഠിപ്പിക്കുന്നതാണ്. എത്രയാണ് വയറ്? ഈ കാണുന്ന മൊത്തത്തിൽ വയറല്ല, ഇതിന് വയറെന്ന് പറയും. കഴിക്കാൻ പറഞ്ഞത് ആമാശയത്തിന്റെ 1/3 ആമാശയം. നമ്മളൊരു വെള്ളക്കുപ്പ എടുത്താൽ 1 ലിറ്ററിന്റെ കുപ്പി കണ്ടിട്ടില്ല, 1 ലിറ്ററിന്റെ കുപ്പി മനസ്സിലാവില്ല, അതിനേക്കാൾ പകുതിയുള്ളൂ. 600 ml ആണല്ലോ, അല്ലെങ്കിൽ 700 ml ആണല്ലോ. അതിന്റെ 3 തന്നെ എത്ര ഉണ്ടാവുക? അപ്പൊ അതിന്റെ അളവ് കിട്ടിയില്ല, ബോധ്യം വന്നില്ല. ഈ കലോറി എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്.
കാലറി എന്ന് പറയും. നമ്മള് വണ്ടിയിൽ ടയറിൽ കാറ്റടിക്കും. ഒരു ആൾട്ടോ കാറാണെങ്കിൽ 28-30 നമുക്കറിയാം. അതിൽ കൂടുതൽ അടിച്ചാൽ എന്തുണ്ടാവും? അത് പൾസ് ചെയ്യും. പിന്നീട് ടയർ കൂടുതൽ അടിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ അടിക്കേണ്ടതാണ് കാലറി. ഭക്ഷണത്തിലെ കാലറി നമ്മൾ അതുപോലെ ഒരു സദ്യ, നല്ലൊരു സദ്യ 2000 കാലറി. നമുക്ക് എത്ര കാലറി വേണം? ഒരാൾക്ക് എനിക്ക് എത്ര കാലറി വേണം? 1800 കാലറി വേണം ഒരു ദിവസം. ഇതുപോലെ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്നുണ്ട് ശരിക്കും. അപ്പൊ ഇങ്ങനെ എവിടെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ളത്ര കഴിക്കാൻ പാടില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞ പോലെ. മമ്മൂട്ടിയോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടം നമുക്ക് കഴിക്കലില്ല എന്ന് കേട്ടോ. ഞാൻ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളത്ര ഞാൻ കഴിക്കാറില്ല എന്ന് പറയും. ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആണ്, വലിയ പോയിന്റ് ആണ്. അപ്പൊ നമുക്കൊക്കെ കഴിക്കാം, കഴിക്കുന്നതിന് പ്രശ്നമില്ല. നമുക്ക് ഹലാലായിട്ടുള്ളതെല്ലാം നമുക്ക് കഴിക്കാം. ഈ കഴിക്കുന്നോടത്ത് അതിന്റെ കൂടെ തന്നെ സുന്നത്തായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് 3-1. ഇതും കൂടി നമ്മൾ കഴിയുന്നത്ര ഫോളോ ചെയ്താൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ 50 ആൾ ഒറ്റയടിക്ക് 20-30 ബയോളജിക്കലി പോകാൻ പറ്റും. പിന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ ഇതിന്റെ ശരീരത്തിൽ സ്വാഭാവികമായ വലിയ ചേഞ്ചസ് വരും. അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. 60-65 അത് വാർദ്ധക്യത്തിലേക്ക്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ 50 വയസ്സോളം ഉള്ള ആളുകളാണ്. അധികം 30-നും 60-നും ഇടയിലാണ്. അവർക്കൊക്കെ തിരിച്ച് നമ്മുടെ ബയോളജിക്കൽ ഏജ് 30-ന് താഴെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാണ്. ഇത് സ്ഥിരമാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പോ പലരും ഗ്രൂപ്പിൽ കണ്ടതിന്റെ ആവേശത്തിൽ വന്ന ആളുകളുണ്ടോ? നിങ്ങൾക്ക് ഇത് സ്ഥിരമാക്കണം. 2025 മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. 2025 എനിക്ക് എന്റെ ശരീരത്തെ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? എന്റെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം, എനിക്ക് തിരിച്ചു പോകണം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? കൈയൊന്നിച്ചു. എല്ലാവരും പരസ്പരം കൈയൊന്നിച്ചു. ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ തന്നെ അദ്ദേഹം ഒരു പദ്ധതി തുടങ്ങി വെച്ചിട്ട് നമുക്ക് എളുപ്പമാണ്, പൈസ ഒന്നും കൊടുക്കണ്ട, വളരെ എളുപ്പമാണ്. രാത്രി സുഖം നിസ്കരിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞു അല്ലെ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞ മറ്റൊരു ആളൊക്കെ നിസ്കരിച്ച് ചെയ്യുന്നവരിപ്പോ ഓക്കെയാണ്. അപ്പൊ സുഖം നിസ്കരിച്ചിട്ട് ഇറങ്ങുന്നത് എന്ത് ചെയ്യാം? ആദ്യം 40 ദിവസം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഒരു മനുഷ്യൻ 40 ദിവസത്തേക്ക് അവന്റെ റുട്ടീൻ കൊണ്ടുവരാൻ പറ്റിയ 50% വിജയിച്ചു. പിന്നീട് അത് 4 മാസത്തേക്ക് കൊണ്ടുപോകാൻ നോക്കാം. നിങ്ങൾ 4 മാസം ലക്ഷ്യം വെച്ചാൽ മതി. 4 കൊല്ലം ലക്ഷ്യം വെക്കണ്ട. 4 മാസം ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ പോകാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ റുട്ടീനായി 80% നിങ്ങളിലേക്ക് കയറിയത്. പിന്നെ അത് മാറ്റാൻ പറ്റും. പിന്നെ രോഗം എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നിങ്ങൾ മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ റുട്ടീനിലേക്ക് അത് മാറും. ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന ആളുകൾ 4 മാസം എത്രയായിട്ട് പറഞ്ഞു? 1 വർഷമായി. ഇപ്പൊ നിൽക്കുന്നവരൊക്കെ 4 മാസം കംപ്ലീറ്റ് ആക്കിയാലായിരിക്കും. അതുകൊണ്ടാണ് നിൽക്കാൻ കഴിയുന്നത്. ബാക്കി എത്ര പേര് കൊഴിഞ്ഞു പോയി എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ കാര്യത്തിൽ സ്വാർത്ഥരാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഇത് ഈ വിഷയത്തിൽ ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം പോലും ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണെങ്കിൽ വസ്ത്രം ഇടില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടതാണ്. നിങ്ങൾ എന്നെ കാണാതിരിക്കാൻ ഞാൻ ഇടുന്ന വസ്ത്രങ്ങള് എന്റെ വീടൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ചെറുത് മതി. നമ്മൾ ഗൾഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയ സൗകര്യത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്ന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഭക്ഷണമാണ്, നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നത്. അത് മറ്റൊരാളും ആസ്വദിക്കുന്നില്ല, നമ്മൾ ആസ്വദിക്കുന്നത്. വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട്. യാത്രകൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകൾ, വ്യായാമം നമുക്കുള്ളതാണ്, നമ്മുടെ ഉറക്കം. ഈ 5 കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ള എന്തെടുത്തോ കല്യാണം, പൈസ ചെലവാക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യത്തിൽ സ്വാർത്ഥരാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഇത് ഈ വിഷയത്തിൽ ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം പോലും ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണെങ്കിൽ വസ്ത്രം ഇടില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടതാണ്. നിങ്ങൾ എന്നെ കാണാതിരിക്കാൻ ഞാൻ ഇടുന്ന വസ്ത്രങ്ങള് എന്റെ വീടൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ചെറുത് മതി. നമ്മൾ ഗൾഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയ സൗകര്യത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്ന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഭക്ഷണമാണ്, നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നത്. അത് മറ്റൊരാളും ആസ്വദിക്കുന്നില്ല, നമ്മൾ ആസ്വദിക്കുന്നത്. വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട്. യാത്രകൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകൾ, വ്യായാമം നമുക്കുള്ളതാണ്, നമ്മുടെ ഉറക്കം. ഈ 5 കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ള എന്തെടുത്തോ കല്യാണം, പൈസ ചെലവാക്കുന്നത് നമ്മൾ മറ്റുള്ളവർ വേണ്ടിയിട്ടല്ലേ? മറ്റുള്ളവർ വേണ്ടിയിട്ടല്ലേ? വീട്ടിലെ ഭക്ഷണങ്ങളൊക്കെ നോക്കുന്നത് മറ്റുള്ളവർക്കാണ്. വസ്ത്രം ധരിക്കുന്നത്, വീട് പോടി പിടിപ്പിക്കുന്നത്, വണ്ടി ആക്കി വേണ്ടിയിട്ടാണ്. വലിയ വണ്ടി എടുക്കാൻ എന്തിന്റെ പേരില്ല? നമുക്ക് വലിയ വണ്ടി എടുക്കാൻ സൗകര്യമില്ലാതെ ലോൺ എടുത്തിട്ട് വണ്ടി എടുക്കുന്ന എന്തിന്റെ പേരില്ല? സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വാർത്ഥരായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണ് വിജയിച്ചത്. അങ്ങനെയുള്ള വിജയിയാവാൻ 2025 നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഗുരുനാഥന് എല്ലാവിധ ആരോഗ്യം ഒന്നാമത്തെ എല്ലാവർക്കും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് കാത്തുകൊണ്ട് വാക്കുകൾ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.